പരുത്തി തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പരുത്തി തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാന നഗരം ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മുംബൈ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. പ്രീവിയസ് ആയിട്ട് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഗോൾഡൻ ഫൈബർ അഥവാ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ, ഇത് മാറിയും തിരിഞ്ഞും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവും യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയുമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് ഏത്? പരുത്തി വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി വ്യവസായം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കർണാടകയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത്. തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിശാഖപട്ടണം. ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതു തരമാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഏതു തരം കൽക്കരിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഝാറിയ. അടുത്ത ക്വസ്റ്റ്യൻ, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ്. നമുക്ക് ഇതിന്റെ ഫാക്ട്സുകളിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനികളാണ് ഏതൊക്കെ? ഝാറിയ, ബൊക്കാറോ, റാണിഗഞ്ച്, കോർബ, തൽച്ചാർ. അപ്പൊ ഏതൊക്കെയാണ്? ഝാറിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നതും ജാർഖണ്ഡിൽ തന്നെയാണ് കേട്ടോ. ഇനി റാണിഗഞ്ച് ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോർബ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലും അതുപോലെ താൾച്ചർ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലുമാണ്. അപ്പൊ സ്ഥലങ്ങളും കൂടെ ഓർത്തു വെച്ചിരിക്കുക. സ്ഥലങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഝാറിയ ജാർഖണ്ഡ്, ബൊക്കാറോയും ജാർഖണ്ഡ്, റാണിഗഞ്ച് വെസ്റ്റ് ബംഗാൾ, കോർബ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്, താൾച്ചർ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കൽക്കരി ഖനി അല്ലെങ്കിൽ ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് ഇത്? റാണിഗഞ്ച്, വെസ്റ്റ് ബംഗാൾ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗ്നൈറ്റിനെയാണ് നമ്മൾ ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖേത്രിയാണ്, രാജസ്ഥാനിലെ കേട്ടോ. ചെമ്പ് ഖനിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഏതാണ്? ഖേത്രി, രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനികളാണ് ഏതൊക്കെ? കോളാർ കർണാടകയിലുള്ളത്, അതുപോലെ ഹട്ടി കർണാടകയിലുള്ളത്, രാംഗിരി ആന്ധ്രാപ്രദേശ്. അപ്പൊ ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമായിട്ടാണ് നമുക്ക് സ്വർണ്ണ ഖനികൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ? കോളാർ കർണാടകയിലാണ്, ഹട്ടി കർണാടക, രാംഗിരി ആന്ധ്രാപ്രദേശ്. ഇനി ഇന്ത്യയിലെ വജ്രഖനി ഏതാണ്? പ്രീവിയസ് ആയിട്ട് പലവട്ടം ചോദിച്ചതാണ്. പന്നയാണ്, മധ്യപ്രദേശിലെ പന്നയിലാണ് ഇന്ത്യയിലെ വജ്രഖനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? പെട്രോളിയം ആദ്യമായി ഖനനം ചെയ്തത് എവിടെയെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം, ഏറ്റവും വലുത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുംബൈ ഹൈ. എണ്ണപ്പാടമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? എണ്ണ ശുദ്ധീകരണശാലയിൽ വലുത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജാംനഗർ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്.
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മണികരൻ. മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മണികരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിന്ധ്യാചൽ മധ്യപ്രദേശ്, മുന്ദ്രോ ഗുജറാത്തിലാണ്, അതുപോലെ താൽച്ചർ ഒഡീഷയിലാണ്, സിപ്പാറ്റ് ഛത്തീസ്ഗഡിലാണ്, ധാത്രി ഉത്തർപ്രദേശ്, രാമഗുണ്ടം തെലങ്കാന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രാമഗുണ്ടം. കോർബ ഛത്തീസ്ഗഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റിഹാൻഡ് ഉത്തർപ്രദേശിലാണ്, ജാർസുഗുഡ ഒഡീഷ. ജാർസുഗുഡയൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാം ആലോചിച്ച് വെച്ചിരിക്കുക. വിന്ധ്യാചൽ എവിടെയാണ്? മധ്യപ്രദേശാണ്, ഇമ്പോർട്ടന്റ് ആണ്. മുന്ദ്രോ ഗുജറാത്ത്, താൽച്ചർ ഒഡീഷ, സിപ്പാറ്റ് ഛത്തീസ്ഗഡ്, ധാത്രി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലുള്ള വേറൊരെണ്ണമാണ് റിഹാൻഡ്. അതുപോലെ രാമഗുണ്ടം തെലങ്കാന, കോർബ ഛത്തീസ്ഗഡ്, ജാർസുഗുഡ ഒഡീഷ. ഒഡീഷയിലുള്ളതാണ് ജാർസുഗുഡയും താൽച്ചറും എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് ജലവൈദ്യുത പദ്ധതിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രമാണ് കേട്ടോ. കാവേരിയിലെ ശിവസമുദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിലെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? ദാമോദർ വാലി പദ്ധതി എന്ന് പറയുന്നത്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്, മഹാനദി ഒഡീഷ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഏത്? തെഹ്രി ഡാം എന്ന് പറയുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡിലെ തെഹരിയാണ് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. നീളം കൂടിയതാണ് ഹിരാക്കുഡ്, ഏറ്റവും ഉയരം കൂടിയത് തെഹരിയാണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് സംഭരണ ശേഷിയിലാണ് പറയുന്നത്. ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഭക്രാനങ്കലാണ്. അപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോകരുതെന്നും കറക്റ്റായിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. കർണാടകയിലെ പ്രധാന ആണവോർജ്ജ നിലയം. കർണാടകയിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൈഗ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. ആണവധാതുക്കളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ എന്ന് പറയുന്നത്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുമുണ്ട്. എവിടേക്കാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ യുറേനിയം ധാരാളമായി കാണപ്പെടുന്നു. കേരള, തമിഴ്നാട് തീരങ്ങളിൽ കാണപ്പെടുന്നതാണ് എന്തൊക്കെ? മോണോസൈറ്റും ഇൽമനൈറ്റും എന്നിവ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. യുറേനിയം കൂടുതലായിട്ട് എവിടേക്കാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര ചോദിച്ചിട്ടുണ്ട്. റാവത്ഭട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം രണ്ടും തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പലവട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ താരാപൂർ മഹാരാഷ്ട്രയിലാണ്, റാവത്ഭട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ചേർത്ത് വായിച്ച് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ആണ് നമുക്കിനി നോക്കുന്നത്. കൽക്കരിയും പെട്രോളിയം ഒക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് ഏതൊക്കെ? നമ്മുടെ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവോർജ്ജം എന്നൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന്റെ എന്താണ് ദൂഷ്യഫലങ്ങൾ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണിവ. അതുപോലെ തന്നെ ഇത്തരം ഇന്ധനങ്ങൾ എന്താണ്? കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയും, അതുപോലെ തന്നെ ചിലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതാണ് ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലാണ്, സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. ഈ 4 നഗരങ്ങളെയാണ് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 3ഉം 4ഉം. പാരാദ്വീപും അതുപോലെ തന്നെ ഹാൽഡിയുമാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. കാൺല, നവക്ഷേപയൊക്കെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. നമുക്കതിന്റെ ഫാക്ട്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഏത്? മുന്ദ്ര, ഗുജറാത്തിലുള്ളത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ് ഏത്? മുംബൈ എന്ന് പറയുന്നത് കേട്ടോ.
ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നും മുംബൈനെ അറിയപ്പെടുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് മുംബൈനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണേത്? നവക്ഷേവ. കൃത്രിമ തുറമുഖമാണേത്? നവക്ഷേവ എന്ന് പറയുന്നത്. നവക്ഷേവ മുംബൈയുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പണിത തുറമുഖം കൂടെയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണ്? കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നദീജന്യ മേജർ തുറമുഖമാണ് ഇത്? കൽക്കട്ട എന്ന് പറയുന്നത് കേട്ടോ. കൽക്കട്ടയ്ക്ക് പ്രത്യേകതയാണ് ഇന്ത്യയിലെ നദീജന്യ മേജർ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് ഏത്? വിശാഖപട്ടണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര. അതുപോലെ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം എന്ന് പറയുന്നത് പിപാവാവാണ് ഗുജറാത്തിലെ. മുന്ദ്രയും പിപാവാവും ഒക്കെ ഗുജറാത്തിലാണ്. അപ്പൊ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്. ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപാവാവ്. അതുപോലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം. നദീജന്യ തുറമുഖമാണ് കൽക്കട്ട എന്ന് പറയുന്നത്. തടാക തുറമുഖമാണ് ഏത്? കൊച്ചി എന്ന് പറയുന്നത്. അതുപോലെ തെക്കേ അറ്റത്തുള്ളത് തൂത്തുക്കുടി. വലിയ കൃത്രിമ തുറമുഖം എന്ന് പറയുന്നത് നവക്ഷേവ. പിന്നെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ് മുംബൈ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. കാൺല ഗുജറാത്തിലാണ്. മുംബൈ നവക്ഷേവ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മർമഗോവ ഗോവയിലുള്ളതാണ്. മംഗലാപുരം എന്ന് പറയുന്നത് കർണാടകയിലാണ്. കൊച്ചി കേരളത്തില്. തൂത്തുക്കുടി ചെന്നൈ എന്നിവ തമിഴ്നാട്ടിലാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാരാദീപ് ഒഡീഷ. ഹാൽഡിയ കൊൽക്കട്ടയും വെസ്റ്റ് ബംഗാളിലാണുള്ളത്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ളതും കൂടെ ഓർത്തു വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഈസ്റ്റേൺ ഭാഗത്ത് ഏതൊക്കെയാണ്, വെസ്റ്റേൺ ഭാഗത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സംസ്ഥാനങ്ങൾ അറിയാമെങ്കിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.